കോടതിക്ക് ഈ കാര്യത്തിൽ ഒരു ചില നിർദ്ദേശങ്ങൾ തരിക, അത് യെസ് സാർ എന്ന് പറഞ്ഞ് കേട്ടിട്ട് തിരിച്ചു പോരുകയാണ്. അതിനുണ്ടായിരിക്കുന്ന ഒരു അപകടം ഇപ്പോൾ തന്നെ അടുത്ത മാസം 8-ാം തീയതി വരെ വെർച്വൽ ക്യൂവിലെ ബുക്കിംഗ് പൂർത്തിയായി കഴിഞ്ഞു, ഇനിയില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ആളുകൾക്ക് വരണമെങ്കിൽ സ്പോട്ട് ബുക്കിങ്ങേ ഉള്ളൂ. അപ്പോൾ കോടതി പറഞ്ഞത് 20,000 സ്പോട്ട് ബുക്കിംഗ് 5,000 ആക്കി കുറയ്ക്കണമെന്നാണ്. നിങ്ങൾ എവിടെ തടയുമെന്നാണ്? ഇത് തടയാൻ പറ്റില്ല. ഇത് ആളുകളെ പുറപ്പെട്ടവരൊക്കെ എന്ത് ചെയ്യും? ആളുകളൊക്കെ പുറപ്പെട്ടു കഴിഞ്ഞു. കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയല്ല ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള, അല്ലെങ്കിൽ കോടതിയോട് ഈ കാര്യങ്ങൾ, ഈ ക്രൗഡ് മാനേജ്മെൻ്റ് ഒന്നും കോടതിക്ക് അറിയില്ലോ. കോടതി വളരെ ക്ലിനിക്കലായിട്ട് പറഞ്ഞു. ആൾ കൂടി ഭയങ്കര തിരക്കായി. അപ്പോൾ കോടതി 2 കാര്യങ്ങൾ പറഞ്ഞു. 80 പേരെ 1 മിനിറ്റിൽ കയറ്റുന്നതിന് പകരം 50 പേരെ കയറ്റിയാൽ പോരെ? പറ്റില്ല. 50 പേരെ കയറ്റിയാൽ കൂടുതൽ കുഴപ്പമാവും. 20,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് കൊടുക്കുന്ന 5,000 ആക്കി കുറച്ചാൽ തിരക്ക് കുറയില്ലേ? പറ്റില്ല. അത് ക്ലിനിക്കൽ ഇത് മാത്തമാറ്റിക്കൽ കണക്കൂട്ടലാണ്. അങ്ങനല്ല. പ്രായോഗികമായി വേണ്ടത് ആളുകൾ വരട്ടെ, അത് പല സ്ഥലത്ത് വെച്ച് അവരെ ബ്ലോക്ക് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലാതെ കോടതി ഉത്തരവ് അനുസരിക്കാൻ പോയാലുള്ള പ്രശ്നം ഇനി ഇത് കൂടുതൽ കുഴപ്പമാവുകയുള്ളൂ. ആൾ പിന്നെയും തിക്കിക്കൂടേണ്ടി വരും. ഇതൊരു പാഠമായിരിക്കും. അനുസരിക്കേണ്ട എന്നുള്ളതല്ല, അവിടെ തന്നെ പറയണം ഇത് പറ്റില്ല. അതാ പറഞ്ഞത്, കോടതിയോട് പറയണം. യെസ് പറഞ്ഞിട്ട് പോരുന്നതല്ലേ? യെസ് സാർ എന്ന് പറഞ്ഞിട്ട് പോരുന്നതിലാണ് പ്രശ്നം. ഞാൻ അങ്ങനെ അല്ല എന്ന് പറഞ്ഞെങ്കിൽ തിരുത്തുകയാണ്. അവിടെ വെച്ചത് കോടതിയെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു.